ഹായ് കിച്ചൺ റെസിപ്പീസ് ഇൻ മലയാളത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അരിപ്പുട്ട് ഉണ്ടാക്കുമ്പോൾ പലവരും ഫേസ് ചെയ്യുന്നൊരു പ്രശ്നമാണ്, ചില ബ്രാൻഡ് പുട്ടുപൊടി വെച്ച് ഉണ്ടാക്കിയാൽ മാത്രമാണ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. എന്നാൽ മറ്റു ചില ബ്രാൻഡ് ഉപയോഗിച്ച് ഉണ്ടാക്കുമ്പോൾ മരം പോലെ ഇരിക്കും. അപ്പോൾ ഇനി മുതൽ ഞാൻ പറയുന്ന ഈ ഒരു വലിയൊരു സീക്രട്ട് ടിപ്പ് ഫോളോ ചെയ്യുവാണെങ്കിൽ ഏതൊരു ബ്രാൻഡ് പുട്ടുപൊടിയും കൊണ്ടും അരിപ്പുട്ട് ഉണ്ടാക്കാൻ നോക്കുവാണെങ്കിൽ വളരെയധികം പഞ്ഞ് പോലത്തെ അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പുട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതെൻ്റെ ഒരു ഫ്രണ്ട് ഷെയർ ചെയ്തിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് കണ്ടു നോക്കാം. മെഷറിംഗ് കപ്പിൽ 1 കപ്പ് പുട്ടുപൊടിയാണ് ഞാൻ ഈ പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള കിട്ടുന്ന ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഉപയോഗിക്കാം. 1 കപ്പ് പുട്ടുപൊടിയും കൊണ്ട് 2 കുറ്റി പുട്ടാണ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ കൂടി പോകാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ നമ്മുടെ സീക്രട്ട് ടിപ്പിന് ടൈം ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1 കപ്പ് പുട്ടുപൊടിയല്ലേ ചേർത്തത്, ഇനി നമുക്കിതിലോട്ട് നല്ല വെട്ടിത്തിളച്ച 1 കപ്പ് വെള്ളം വേണം ചേർക്കാനായിട്ട്. ഇത് ആദ്യം ചേർക്കല്ലേ നിങ്ങൾ കേൾക്കുന്നത്, എന്നാൽ കേട്ടോളൂ. 1 കപ്പ് വെട്ടിത്തിളയ്ക്കുന്ന വെള്ളം, അതായത് നമ്മളിപ്പോൾ 2 കപ്പ് പുട്ടുപൊടിയാണ് എടുക്കണമെങ്കിൽ 2 കപ്പ് വെട്ടിത്തിളയ്ക്കുന്ന വെള്ളം വേണം ചേർക്കാനായിട്ട്. ഓക്കെ, അതാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാ പുട്ടുപൊടിക്കും ഇതേ കണക്ക് ശരിയാവുന്നു. ഒരു കുഴപ്പമില്ല, നിങ്ങൾ ധൈര്യമായിട്ട് ചെയ്തോളൂ, ഒരു പ്രശ്നവും വരില്ല. അപ്പോൾ ഇത് ചെയ്യേണ്ടത് എപ്പോഴാണ്? തലേ ദിവസം രാത്രി വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഓക്കെ, അല്ലാണ്ട് ചെയ്യുന്ന അന്നല്ല, തലേ ദിവസം രാത്രി വേണം ചെയ്യാനായിട്ട്. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യുക, സ്പൂണും കൊണ്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കുക. കാരണം ഇപ്പം നല്ല ചൂടായിരിക്കും, അതുകൊണ്ട് നമുക്ക് കൈ ഉപയോഗിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു പരന്ന പാത്രത്തിലിട്ടിട്ട് ഇതുപോലെ അങ്ങോട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ചൂടാറിക്കോളും. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്, നമ്മൾ തിളച്ച വെള്ളം ഒഴിക്കുമ്പം ആ പുട്ടുപൊടി ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴേ അത് വെന്തിട്ടുണ്ട്. കാരണം അത്രയും തിളച്ച വെള്ളമാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കൈ കൊണ്ട് പിടിക്കാൻ പറ്റുന്ന ആ ഒരു ചൂട് എത്തിക്കഴിയുമ്പോൾ എന്താ ചെയ്യുക, ഇതുപോലെ നമ്മൾ സാധാരണ പുട്ടിന് കൈ കൊണ്ട് നനയ്ക്കുന്ന പോലെ തന്നെ കൈ കൊണ്ട് ഇതുപോലെ ഇങ്ങോട്ട് ചെയ്യുക. അപ്പോൾ ഇപ്പോൾ നമുക്ക് എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട, നമ്മൾ നേരത്തെ 1 കപ്പ് നല്ല തിളച്ച വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇതുപോലെ ചെയ്യുമ്പോൾ ശരിക്കും ഇങ്ങനെ ബ്രെഡ് ക്രംസിൻ്റെ ആ ഒരു ഫീലിലായിരിക്കും നമുക്ക് കിട്ടുക. ഇതുപോലെ ചെയ്യുമ്പോൾ ചിലപ്പോൾ ഭയങ്കര സ്റ്റിക്കി ആയിട്ടൊക്കെ തോന്നും, പക്ഷെ അതൊരു ടെൻഷനും അടിക്കേണ്ട, സ്റ്റിക്കി ആയിക്കോട്ടെ. കാരണം എന്താണ്, നമ്മളിതിൻ്റെ ചൂട് കംപ്ലീറ്റ്ലി ആറിക്കഴിയുമ്പം നമ്മളിതിനെ ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുവാണ്. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ വെക്കുവാണ്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മളിത് ഉപയോഗിക്കാൻ പോകുന്നത്. ഓക്കെ, പിറ്റേ ദിവസം രാവിലെ നമുക്ക് പുട്ട് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലോട്ട് 2 ടേബിൾ സ്പൂൺ ഗ്രേറ്റ് ചെയ്ത കോക്കനട്ട് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ എക്സ്ട്രാ കോക്കനട്ട് ചേർത്തുണ്ടാക്കുന്ന പുട്ടിനൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. പക്ഷെ കുറച്ച് പേർക്കൊക്കെ ഇതിൻ്റെ ടേസ്റ്റ് അത്രയ്ക്ക് ഇഷ്ടമില്ലാത്തവരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഈ ഒരു സ്റ്റെപ്പ് വേണമെങ്കിൽ ഒഴിവാക്കാം. ചേർത്ത് കൊടുത്തിട്ടുള്ള കോക്കനട്ട് എന്തായാലും റൂം ടെമ്പറേച്ചറിലായിരിക്കണം, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഉടനെ തന്നെ ചേർക്കരുത്. അപ്പോൾ ഇതാ നമ്മൾ തലേദിവസം രാത്രി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന പുട്ടിൻ്റെ മിക്സാണിത്. ഇതിനെ ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് 20 മിനിറ്റ് നമ്മുടെ കിച്ചണിൽ വെക്കണം. 20 മിനിറ്റ് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന ഗ്രേറ്റ് ചെയ്ത കോക്കനട്ടിലോട്ട് ഇതും കൂടെ ചേർത്ത് കൊടുക്കാം. തലേദിവസം രാത്രി ഇതിനെ മിക്സ് ചെയ്യുന്ന സമയത്ത് എക്സ്ട്രാ ഈർപ്പം അല്ലെങ്കിൽ ആ ഒരു സ്റ്റിക്കിനെസ് തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും രാവിലെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തു കഴിയുമ്പം ആ ഈർപ്പമൊക്കെ നല്ല രീതിയിൽ ഈ പൊടിയിലോട്ട് എബ്സോർബ് ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു കറക്റ്റ് കൺസിസ്റ്റൻസി, കറക്റ്റ് പരുവത്തിലാണ് നമുക്ക് ഇത് കിട്ടുക. ഇനി നമ്മൾ ഇതിനെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ പിടിക്കുമ്പോൾ ഒരു ബോൾ പോലെ വരണം. പിന്നെ ഇതുപോലെ ചെയ്യുമ്പോൾ ഇത് പെട്ടെന്ന് ഇത് പൊടിഞ്ഞു പോകണം. ഇനിയിപ്പോൾ എങ്ങാനും ഇതുപോലെ ചെയ്യുമ്പോൾ ബോൾ പോലെ വന്നിട്ടില്ല എങ്കിൽ ഇതൊരു 95% അങ്ങനെ ആവശ്യം വരില്ല. പക്ഷെ ഇൻ കേസ് ഇപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ ഒരല്പം വെള്ളം, റൂം ടെമ്പറേച്ചറിൽ വെള്ളം ഇട്ട്, കുറച്ച് വെള്ളം ഇട്ട് ജസ്റ്റ് ഒന്ന് നനച്ച് കൊടുത്താൽ മാത്രം മതി. മിക്സിയുടെ ചെറിയ ജാറിലോട്ട് നമുക്കിത് കുറേശ്ശെ ഇട്ട് കൊടുത്ത് നമുക്കിതിനെ അടിച്ചെടുക്കാം. 2 അടിയാണ് കൊടുക്കേണ്ടത്. ഓരോ അടിയും ഒരു 3 സെക്കൻഡ് വീതം ഉള്ള അടി മാത്രമാണ് പാടുള്ളൂ. അല്ലാണ്ട് ഒരുപാട് സമയത്ത് അങ്ങനെ അടിച്ചാലും അത് ശരിയാവില്ല. പിന്നെ ഇതിലോട്ട് നമ്മൾ മിക്സിയിൽ ഇടുമ്പോൾ ഒരുപാട് ക്വാണ്ടിറ്റി ഇട്ട് അടിക്കാനും പാടില്ല. കാരണം കുറേശ്ശെ ഇട്ട് അടിച്ചാൽ മാത്രമാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഇതുപോലെ അടിച്ചെടുക്കാം. നമ്മൾ അടിച്ചെടുക്കുമ്പോൾ നമ്മൾ തേങ്ങയും കൂടെ ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ ആ തേങ്ങ അരിഞ്ഞ് കിട്ടുമ്പോൾ ഈ പുട്ടിനൊരു പ്രത്യേക സ്വാദ് തന്നെയാണ്. അപ്പോൾ കണ്ടില്ലേ, നമ്മളിതെല്ലാം പൊടിച്ചിട്ടുണ്ട്. നല്ല ഫ്ലഫി ആയിട്ട്, നല്ല എയർ ആയിട്ട് നമ്മുടെ പൊടി കിട്ടിയിട്ടുണ്ട്. ഈ പൊടി കാണുമ്പോൾ തന്നെ അറിയാം നമ്മൾ ഇത് വെച്ചുണ്ടാക്കുന്ന പുട്ട് അൾട്രാ സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ പുട്ട് കുറ്റിയിലോട്ട് നമ്മൾ ചില്ലിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഗ്രേറ്റ് ചെയ്ത് കോക്കനട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പുട്ടിൻ്റെ മിക്സും കൂടെ ഇട്ട് കൊടുക്കുക. ഈ പുട്ടുകൂടി ഇതിലോട്ട് നിറയ്ക്കുമ്പോൾ ഇങ്ങനെ തിക്കി നിറയ്ക്കാണ്ട് നല്ല ഫ്രീ ആയിട്ട് ഇട്ട് കൊടുക്കുക. ഒരുപാട് സ്റ്റഫ് ചെയ്യുവാണെങ്കിൽ പുട്ട് ഭയങ്കര മരം പോലെയായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ 2 കഷ്ണം പുട്ട് പോലെയാണ് വേണ്ടെങ്കിൽ നടുക്ക് നിങ്ങൾക്ക് കുറച്ചും കൂടെ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ബാക്കി ഭാഗം പുട്ടുപൊടിയും പിന്നെ ഏറ്റവും മുകളിൽ തേങ്ങ ഇട്ട് കൊടുക്കുക. അങ്ങനെ ചെയ്യും. ഇനിയിപ്പോൾ അത് വേണ്ടെങ്കിൽ നടുക്കുള്ള തേങ്ങ മാറ്റിയിട്ട് താഴെയും മുകളിലും മാത്രം തേങ്ങ ഇട്ട് കൊടുത്താലും മതി.
പുട്ടും കുടത്തിൽ വെള്ളം നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുന്ന സമയത്ത് നമ്മുടെ പുട്ടും കുറ്റി ഇറക്കി വെച്ച് കൊടുക്കാം. ഇതിൻ്റെ ക്യാപ്പ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഹൈ ഫ്ലെയിമിലാണ് നമ്മൾ ഇതിനെ വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ സ്റ്റീം പുറത്തോട്ട് വരും. സ്റ്റീം വന്നു കഴിയുമ്പോൾ ഒരു 4 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഈ പുട്ടും കുറ്റി പുറത്തൊന്ന് 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ പുട്ട് പുറത്തോട്ടെടുക്കുന്ന കോൽ ഉപയോഗിച്ച് ഇതുപോലെ പുറത്തോട്ടെടുക്കാം. ഇതിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും എന്തുമാത്രം പഞ്ഞി പോലെ സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുള്ള പുട്ടാണെന്ന്. അപ്പോൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ എല്ലാവരും പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും ഇഷ്ടപ്പെടും. വളരെയധികം സോഫ്റ്റ് ആയിട്ടുള്ള പുട്ട് ഏത് ബ്രാൻഡ് വെച്ചിട്ട് ഉണ്ടാക്കിയാലും കിട്ടും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. എൻ്റെ റെസിപ്പീസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണണമെങ്കിൽ താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. Bye.